ഹായ് മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും A+ ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തെ അരിത്തമൊരു സീക്വൻസസ് എന്ന പാഠഭാഗത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവനായും കാണുക, കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 1+2+3+ എക്സെട്ര അപ് ടു 30. 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. മക്കളെ, എന്താണ് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? n × n+1/2 എന്നാണ് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അതായത് 1 മുതൽ 30 വരെ എത്ര നമ്പേഴ്സ് ആണുള്ളത്? 30 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 30 × 31/2. ഓക്കെ, 30/2 = 15. 15 × 31 = 465 ആണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 4+8+12+ എക്സെട്ര അപ് ടു 120. 4 മുതൽ 120 വരെയുള്ള പദങ്ങളുടെ സംഖ്യകളുടെ തുക. ഇതൊരു നാച്ചുറൽ നമ്പേഴ്സിന്റെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് അല്ല. അപ്പൊ ഒരിക്കലും n × n+1/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ തുക സമം സം ഈസ് ഈക്വൽ ടു n/2 × x1 + xn. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ 4 + 8 + 12 + എക്സെട്ര അപ് ടു 120 ആണ്. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. x1 എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ എത്രയാണ് ആദ്യ പദം? x1 = 4 ആണ്. xn = 120 ആണ്. ഇനി എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. 4, 8, 12, 120 വരെ ഈ ശ്രേണിയിൽ, ഈ സീക്വൻസിൽ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ഇതിൽ 30 പദങ്ങളാണ് ഉള്ളത്. 4, 8, 12 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 120 എന്ന് പറയുന്നത് 120. 30ാമത്തെ മൾട്ടിപ്പിൾ ആണ്. 30 × 4 ആണ് 120. അപ്പൊ നമ്പർ ഓഫ് ടേംസ് n = 30 ആണ്. ഇനി ഡയറക്ട്ലി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. തുക സമം 30/2 × ആദ്യ പദം എന്ന് പറയുന്നത് 4 + 120. അതായത് 30/2 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 × 124 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1860 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 1 + 5 + 9 + എക്സെട്ര അപ് ടു 117. 1 മുതൽ 1, 5, 9 അങ്ങനെ 4 കൂടി പോകുന്ന 4 കോമൺ ഡിഫറൻസ് ആയി വരുന്ന ഒരു അരിത്തമൊരു സീക്വൻസ് ആണ്. അതിന്റെ തുകയാണ് നമുക്ക് അടുത്തതായി കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? 1 + 5 + 9 + എക്സെട്ര അപ് ടു 117. ഓക്കെ, ഇതില് x1 എന്ന് പറയുന്ന ഒരു ആദ്യ പദമാണ്. ആദ്യ പദം എത്രയെന്ന് വെച്ചാൽ 1 ആണ്. നോ ഡൗട്ട്, അതിലൊരു സംശയമില്ല. അതിന്റെ xn അവസാന പദം എന്ന് പറഞ്ഞാൽ 117 ആണ്. 117 ആണ്. ഓക്കെ, ഇനി എത്ര പദങ്ങളാണ് ഈ സീക്വൻസിലുള്ളത്? എത്ര പദങ്ങളാണ് ഈ സീക്വൻസിലുള്ളത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റിക്കാൻ വേണ്ടി പാടില്ല. 117 എന്ന് പറയുന്നത് അവസാനത്തെ ടേം ആണ്. n = 117 അല്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ സീക്വൻസിന്റെ xn കണ്ടുപിടിക്കാം. n-ാം പദം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. xn = എത്രയാണ് കിട്ടുക? dn + f - d ആണ് xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് d എന്ന് പറഞ്ഞാൽ എത്രയാണ്? d എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. അപ്പൊ 4n + 1 - 4 = എത്ര കിട്ടുക? 4n - 3. 4n - 3 ആണ് ഈ അരിത്തമൊരു സീക്വൻസിന്റെ xn. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് xn = അല്ലെങ്കിൽ 4n - 3 = ഇതിന്റെ അവസാനത്തെ ടേം എത്രയാണ്? 117. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? n കണ്ടുപിടിക്കുന്നു. 4n = 117 + 3 = 120. ഓക്കെ, അപ്പൊ n = 120 / 4 = 30. അതായത് ഈ സീക്വൻസിൽ 1 മുതൽ 117 വരെ ടോട്ടൽ 30 ടേംസ് ആണ്. 30 പദങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് n കിട്ടിയിട്ടുണ്ട്, x1 കിട്ടിയിട്ടുണ്ട്, xn കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? സം ഈസ് ഈക്വൽ ടു n/2 എന്ന് പറഞ്ഞാൽ 30/2. 30/2 × ആദ്യ പദം x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അവസാനത്തെ പദം എത്രയാണ്? 117 ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യാം? 30/2 =
15 15 ഇൻറ്റു 1+117 എന്ന് പറഞ്ഞാൽ 118 15 ഇൻറ്റു 118. അത് കൃത്യമായിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 1770. 1770 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നന്നായി ചെയ്ത് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.